ഓക്കെ. ഒരു ചേഞ്ചിനായിട്ട് നമ്മൾ മലയാളത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഫസ്റ്റ് 2 വീഡിയോ തമിഴിലായിരുന്നു. ഒരെണ്ണം ആനിമയെ പറ്റിയും ഒരെണ്ണം ഗെയിമിങ്ങിനെ പറ്റിയും. ഇപ്പോൾ നല്ലൊരു മ്യൂസിക്കിനെ പറ്റി ഒരു വീഡിയോ. മ്യൂസിക് എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ആൽബമിനെ പറ്റിയാണ് ഈ വീഡിയോ. ഇതിൽ ഫിഫ കളിച്ചവർ 23 24 ആണെന്ന് തോന്നുന്നു. അത് കളിച്ചവർ പിന്നെ ബ്രീത്തിങ് കുറച്ച് കൺട്രോൾ ചെയ്യണം. മേ ബി പോപ്പ് ഫിൽറ്റർ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. ഈ മൈക്ക് കവർ ചെയ്യണത്. മേ ബി അത് ഇട്ടാൽ ഈ ബ്രീത്തിങ് സൗണ്ട് കേൾക്കില്ലാന്ന് തോന്നുന്നു. ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോഴത്തേക്കും. സോ ഫിഫ കളിച്ചവർ ഈ പംപ്ഡ് അപ്പ് കിക്സ് എന്ന് പറഞ്ഞ പാട്ട് കേട്ടിരിക്കും. ഞാൻ പാട്ട് പ്ലേ ചെയ്യാത്ത റീസൺ എനിക്ക് ഇനിയും കോപ്പി റൈറ്റ് എങ്ങനെയാണ് ആക്ച്വലി യൂട്യൂബിൽ വർക്ക് ആവുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. മേ ബി ബിറ്റ്സ് ഓഫ് ഈ സോങ്സ് പ്ലേ ചെയ്താൽ ഓക്കെ ആണെന്ന് തോന്നുന്നു. ഈവൻ ഇഫ് ഐ എം പ്രൊമോഷൻ പർപ്പസസിനായിട്ടാണ് ഇത് ചെയ്യണമെന്നുണ്ടായെങ്കിലും മേ ബി കോപ്പി റൈറ്റ് സ്ട്രൈക്ക് ചെയ്യാം. അതുകൊണ്ട് ഇപ്പോഴത്തേക്കും നമ്മൾ ഇത് മാത്രം ഈ മറ്റേ ഈ സീൻ മാത്രം മേ ബി ഫസ്റ്റ് ഓഫ് ഓൾ അവന് സ്പോട്ടിഫൈ സ്ട്രീം ചെയ്യാൻ പറ്റുമോ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ. ഇപ്പോൾ ഈ ഒരു സോങ് നിങ്ങൾ കേട്ടിരിക്കും, എന്തായാലും കേട്ടിരിക്കും. ഈ മീനിങ് നോർമൽ അതർ ഫിഫ കളിക്കാത്ത ആൾക്കാർ നോർമൽ ആണെന്ന് ഇല്ല. പക്ഷെ മേ ബി ആക്ച്വലി ആയിരിക്കാം. നമ്മളങ്ങനെ വിചാരിക്കാം ഫിഫ കളിക്കുന്നവർ എല്ലാവരും അബ്നോർമൽ പീപ്പിൾ. പിന്നെ മലയാളം കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് നിങ്ങൾ തോന്നിയെങ്കിൽ അതിന് എനിക്ക് അത്രയും സംസാരിച്ച് ശീലമില്ലാത്തതുകൊണ്ട് മറ്റേ ആക്സെൻറ്റും പിന്നെ മറ്റേ നോർമൽ പീപ്പിൾ ഓ മൈ ഗോഡ് മറ്റേ നോർമൽ സ്ലാങ്ങും എനിക്ക് കിട്ടില്ല. അതുകൊണ്ടായിരിക്കും. സോ എന്തെങ്കിലും നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കിക്കോ. സോ ഈ സോങ് നോർമലി ഇംഗ്ലീഷിൽ സിംഗിൾ എന്ന് പറയും. ഈ സിംഗിൾ ഈ ആൽബം ടോർച്ചസ് എന്ന് പറഞ്ഞ ആൽബമിൻ്റെ ഒരു പാർട്ടാണ്. ഇപ്പം നമ്മളിങ്ങനെ ഒരു മൂവി സോങ് വന്ന് ഒരു സൗണ്ട് ട്രാക്കിൻ്റെ ഒരു പാർട്ടായ പോലെ ഇവർ വന്നിട്ട് സിംഗിൾസൊക്കെ വിൽ ബി പാർട്ട് ഓഫ് എൻ ആൽബം. അപ്പോൾ ഈ ആൽബംസ് എന്ന് പറയുന്നതിന് യൂഷ്വലി ഒരു തീം കാണും. ഒരു മ്യൂസിക്കൽ തീമോ അല്ലെങ്കിൽ മേ ബി വന്നിട്ട് ഒരു സ്റ്റോറി പറയുന്ന മാതിരി ഒരു തീം. ഒരു സ്റ്റാർട്ടിങ് കാണും, പിന്നെ ഒരു എൻഡ് കാണും, ഒരു മിഡിൽ പാർട്ടിൽ അങ്ങനെ ഫ്ലോ കാണും. സ്റ്റാർട്ട് ടു എൻഡ് ഒരു സംതിങ് കൺവേ ചെയ്യുന്ന പോലെ. സോ ഈ ആൽബം ഡെഫിനറ്റ്ലി നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യണം. ഇതുപോലെ വേറെ കുറച്ച് ആൽബംസ് നിങ്ങൾ മേ ബി കേട്ടിരിക്കാം. ഈ നോക്കട്ടെ, ജാസ് ഇഷ്ടമുള്ളവർ ഈ കൈൻഡ് ഓഫ് ബ്ലൂ മൈൽസ് ഡേവിസിൻ്റെ ഒരു ആൽബം ഇത് കേട്ടിരിക്കും. ഫുൾ ആൽബം ബ്യൂട്ടിഫുൾ ആൽബം, മേ ബി ദ ബെസ്റ്റ് ജാസ് ആൽബം ഓഫ് ഓൾ ടൈം. ഇത് നിങ്ങൾ കേട്ടിരിക്കും. പിന്നെ കെൻഡ്രിക് ലമാർ ഇഷ്ടമുള്ളവർ ഗുഡ് കിഡ് മാഡ് സിറ്റി കേട്ടിരിക്കും. സ്വിഫ്റ്റീസ് വന്നിട്ട് ചിലതിൻ്റെ എല്ലാ സോങ്സും എല്ലാ ആൽബംസും സൂപ്പറാണെന്ന് നിങ്ങൾ പറയുമായിരിക്കും. സോ ഇതുപോലെ ഈ ഫോർസ്റ്റർ ദ പീപ്പിളിൻ്റെ ബാൻഡിൻ്റെ ഈ ടോർച്ചസ് ആൽബം നിങ്ങൾ ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട് ചെയ്യുക. ഇതോടെ നമ്മൾ ബൈ ബൈ പറഞ്ഞു വയ്ക്കാം. ബൈ ബൈ.